ഞാൻ ബീച്ചിൻ്റെ അടുത്തുള്ള സ്റ്റാർബക്സ് വരെ പോയതാണ് കേട്ടോ. എൻ്റെ ഒരു മറവിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നു പോട്ടോ. അങ്ങനെ ഇതാ ഞാൻ വരുന്ന വഴിയാണ് കേട്ടോ. നല്ലോണം പൊരിഞ്ഞിട്ടുള്ള വെയിലായതുകൊണ്ട് എൻ്റെ കയ്യൊക്കെ ആകെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് അരീക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു, അതും ഞാൻ മറന്നുപോയി. ആ ഒരു വീഡിയോ എടുക്കാനും മറന്നുപോയി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മറന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇതാ വരുന്ന വഴിക്ക് ഞാനിതാ ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ അധികവും ഞാൻ ഇവിടെ തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് ബേക്കറി വാങ്ങിക്കുമ്പോൾ ഇവിടെ തന്നെയാണ് മേടിക്കാറുള്ളത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ചെയ്യും, നല്ല സാധനമായിരിക്കും. അങ്ങനെ എന്താ ഞാൻ അവിടെ നിന്ന് വാങ്ങി. അഹിമോനൊക്കെ വീട്ടിലുള്ളതല്ലേ, എന്തായാലും ഇടയ്ക്കിടയ്ക്ക് അവന് പീടിയ പോലെ ഉണ്ട് ഈ ബേക്കറി വാങ്ങിക്കാൻ വേണ്ടി. അപ്പം ഞാൻ വിചാരിച്ചു 1-2 ഐറ്റംസ് വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വാങ്ങുന്ന ഏരിയ ഇതാണ്, അതായത് പെരുവയലിൻ്റെ തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു കടയിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. അങ്ങനെ ഇതാ ഞാൻ വാങ്ങി ഇതാ നമ്മുടെ വണ്ടിയിൽ കൊളുത്തിട്ട് ഇത് അങ്ങനെ നേരെ നമുക്ക് അരീക്കോടേക്ക് പോകട്ടോ. അരീക്കോട് പോകുന്ന വഴിക്ക് 1-2 സ്പോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുള്ളൊരു ഏരിയയും അതല്ലാത്തതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ഏരിയ കൊടശ്ശേരി താഴാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ. ഇതിലൂടെ പോകുമ്പം എന്താ പറയുക, രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നല്ല രസമാണ് കേട്ടോ. ഇപ്പം നട്ടുച്ചയായതുകൊണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ. അത് അപ്പം വേറൊരു രസമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ വരുന്ന വഴിക്ക് എണ്ണ അടിക്കാൻ വേണ്ടി ഞാൻ വരുമ്പോൾ തന്നെ ഈ ഒരു പമ്പിന് ഇനാഗ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വരുമ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണ അടിക്കാൻ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറിയതാണ്. അപ്പോൾ എണ്ണയൊക്കെ അടിച്ചു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ സ്പാരോ എന്ന് കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇൻ്റർവ്യൂക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നൊരു സ്ഥലമാണ് ഇതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ ഇറങ്ങി എന്നിട്ട് ജസ്റ്റ് അവിടുന്ന് കുറേ ഏതോ ഒരു സ്ഥലത്ത് പോയ പെട്ട പോലെയൊക്കെ അറിയില്ലല്ലോ ഡെയിലി ഇനി പോകാനുള്ളത് ഇതുവഴിയാന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ വരുന്ന വഴിക്ക് ഇതാ പഴക്കട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്നാണ് അധികം നമ്മൾ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇതാ പഴം വാങ്ങിച്ചു. നേരെ ഞാൻ വേറൊരു സ്പോട്ടും കൂടി കാണിച്ചിട്ട്, അതായത് ഞാൻ എപ്പോഴും പച്ചക്കറി വാങ്ങിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. ഞാൻ കോഴിക്കോട് നിന്ന് എപ്പോഴും വരുന്ന സമയത്ത് ഈ ഒരു പച്ച കൊടയൊക്കെ ഉള്ള ഈ ഒരു ഷീറ്റൊക്കെ ഉള്ളൊരു സ്ഥലം കണ്ടോ റൈറ്റ് സൈഡിൽ, ഇതാണ് ഞാൻ എപ്പോഴും പച്ചക്കറി വാങ്ങിക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ലാഭകരമായി കിട്ടുന്ന ഒരു ഏരിയയാണ്, അതായത് എടവണ്ണപ്പാറ കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരുന്ന ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ എല്ലാ സർവ്വ പച്ചക്കറികളും വാങ്ങിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചായയാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരങ്ങളിലാണെങ്കിൽ ഞങ്ങൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കയറുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ ഈ ഒരു ചായക്കടയിൽ. ഇവിടുന്ന് ചായ ബ്രോസ്റ്റ് ഉണ്ട്, പിന്നെ നമുക്ക് അല്ലാത്ത കടികളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയയിലും നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു കടയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോൾ നമ്മുടെ ആലുക്കലില്ലേ, ഈ ഒരു പാലം ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് കാണില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടുന്ന് ഒരു വ്യൂ എടുത്തതാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഞാൻ വരുമ്പോൾ ഇറങ്ങുന്ന സ്പോട്ട്